നമസ്കാരം. കൃത്യം ഒരു മാസം മുമ്പാണ് പിണറായി വിജയനെ ഇറക്കിവിടാൻ കേരളം വോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട് ഒരാഴ്ചയാകുന്നു. യു ഡി എഫിന് പൂർണ്ണമായ മാൻഡേറ്റാണ്. യു ഡി എഫിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ. എന്നാൽ നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി ആവേണ്ടത് ആര് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് അധികം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ചിലപ്പോഴെനിക്ക് തോന്നും. കാരണം യു ഡി എഫിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആദ്യമായാണ് ഒരു വലിയ നേതാവില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആരായിരുന്നു ഇതിനു മുൻപുള്ള കേരള മുഖ്യമന്ത്രിമാർ? പട്ടംതാണുപിള്ള, ആർ ശങ്കർ, കെ കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി. നോക്കൂ, കേരള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസുകാരെ മുഖ്യമന്ത്രിയായിട്ടുള്ളത് ഇത്രയും പേരാണ്. അത്രയും തലക്കനമുള്ള, അത്രയും പ്രാധാന്യമുള്ള ഒരു നേതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഉമ്മൻചാണ്ടിയോടെ ആ യുഗത്തിന് അന്ത്യമായി. പിന്നെ വരുന്നത് രണ്ടാം നിര നേതാക്കളാണ്. രണ്ടാം നിര നേതാക്കളിൽ ആരാണ് വലിയവൻ എന്ന തർക്കം ബാക്കിയാകുമ്പോൾ സ്വാഭാവികമായാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് തർക്കമുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ പോരിന് നേതൃത്വം കൊടുത്ത 3 പേർ, സംസ്ഥാനത്ത് നിന്ന് മത്സരിച്ച രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും, ഡൽഹിയിൽ നിന്ന് ചരട് വലിച്ച നീക്കങ്ങൾ നടത്തിയ കെ സി വേണുഗോപാലും, മൂവരും അവകാശം ഉന്നയിക്കുക സ്വാഭാവികമാണ്. 3 പേരിൽ ആർക്കാണ് കൂടുതൽ യോഗ്യത, ആർക്കാണ് കൂടുതൽ ജനപിന്തുണ, ആർക്കാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണ, ഇവയൊക്കെ പരിഗണിക്കുന്നതിനൊപ്പം ആര് മുഖ്യമന്ത്രി ആയാലാണ് മുന്നണിയുടെ കെട്ടുറപ്പ് തുടരുന്നത്, മികച്ച ഭരണം കാഴ്ചവെക്കുന്നത്, തുടർ ഭരണം ഉണ്ടാവാൻ സാധ്യതയുള്ള, ഇതൊക്കെ പരിഗണിച്ച് മാത്രമേ പ്രഖ്യാപിക്കാൻ കഴിയൂ. ഇവിടെയാണ് ജനപിന്തുണയുള്ള വി ഡി സതീശനും രാഷ്ട്രീയ ഭരണപരിചയമുള്ള രമേശ് ചെന്നിത്തലയും MLA-മാരുടെ പിന്തുണയുള്ള കെ സി വേണുഗോപാലും ഒരുപോലെ യോഗ്യരാവുന്നതും അതൊരു തർക്കമായി മാറുന്നതും. 3 വിഭാഗത്തെയും പിന്തുണയ്ക്കുന്നവർ ഏറെയുണ്ട്. സാധാരണ ജനങ്ങളിലും പാർട്ടി പ്രവർത്തകരിലും 90% പിന്തുണയ്ക്കുന്നത് വി ഡി സതീശനെയാണ്. എന്നാൽ പാർട്ടി നേതാക്കളും MLA-മാരും കൂടുതലായി പിന്തുണയ്ക്കുന്നത് കെ സി വേണുഗോപാലിനെ. അതേസമയം രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റിയും പരിചയവും നയചാതുരിയും വിസ്മരിക്കരുത് എന്ന് പറയുന്നവരും ഏറെയുണ്ട്. ഇന്നലെയോടുകൂടി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി. ACC പ്രസിഡന്റ് ഖാർഗെയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കേരള ഹൗസിൽ വന്ന് താമസമുറപ്പിച്ച അവർ കോളിന് വേണ്ടി കാത്തിരുന്നു. വൈകുന്നേരം 4 മണിയോടെ എത്താൻ ആവശ്യപ്പെടുന്നു. 4 നേതാക്കളും മാത്രമല്ല, AICC നിരീക്ഷകരായി കേരളത്തിലെത്തി റിപ്പോർട്ട് കൊടുത്ത അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കേരളത്തിന്റെ AICC പ്രതിനിധി ദീപദാസ് മുൻഷിയും എത്തുന്നു. ഈ 3 പേർക്കൊപ്പം ഖാർഗെ യോഗം ആരംഭിക്കുന്നു. ഏറെ വൈകാതെ രാഹുൽ ഗാന്ധിയും സ്ഥാനത്തെത്തുന്നു. രാഹുൽ ഗാന്ധി ഇതിൽ ഇടപെടില്ല എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടെങ്കിലും ഒടുവിൽ നിർണായകമായ വിഷയം എന്ന നിലയിൽ രാഹുലും എത്താൻ തീരുമാനിക്കുന്നു. എല്ലാവരെയും കൂട്ടിയായിരുന്നു ആദ്യത്തെ ചർച്ച. ആ ചർച്ചയിൽ അതിനിശ്ചിതമായ നിലപാടാണ് രാഹുൽ ഗാന്ധി എടുത്തത്. നാണക്കേടാണ് ഇത്രയും വലിയ വിജയം ജനം നൽകിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ തെരുവിൽ തല്ലുന്നത് എന്ന് ചോദിച്ച് രാഹുൽ ഗാന്ധി ക്ഷുഭിതനായി. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും അധികം ശോഭം ഏറ്റുവാങ്ങേണ്ടി വന്നത് വി ഡി സതീശനാണ്. കാരണം സതീശന് വേണ്ടിയാണ് നാടുനീളെ പ്രകടനങ്ങൾ നടന്നതും മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്ത് വന്നതും. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSF ഡൽഹിയിലെത്തിയ വി ഡി സതീശന് കൊടുത്ത സ്വീകരണവും അതിന്റെ തുടർച്ചയായി KPCC പ്രസിഡന്റിനെ കൂവിയതും പരിഹസിച്ചതും ചർച്ചയായി. വി ഡി സതീശന് ഏറ്റവും അധികം പാരയായി മാറിയതും MSFന്റെ ഡൽഹിയിലെ അനവസരത്തിലുള്ള ഇടപെടലായിരുന്നു. അതുവരെ വി ഡി ഒരു പൂർണ്ണ വികാരമായി എല്ലാവരുടെയും കൂടെ നിന്നെങ്കിലും മുസ്ലിം ലീഗിന്റെ അമിതമായ ഇടപെടൽ, MSF KPCC പ്രസിഡന്റിനെ കൂവിയതൊക്കെ കോൺഗ്രസ് പ്രവർത്തകരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. നീണ്ട ചർച്ചകൾ നടത്തുന്നു, ഓരോരുത്തരെയും വ്യക്തിപരമായി സംസാരിക്കുന്നു, ഓരോരുത്തരും കേൾക്കാനുള്ളതെല്ലാം കേൾക്കുന്നു, അവരുടെ പ്രശ്നപരിഹാര ഫോർമുല കേൾക്കുന്നു. വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും കട്ടയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒന്നിനും തയ്യാറല്ല, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്ന് വരെ പറഞ്ഞു. AICC എല്ലാവരെയും കേട്ടതിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കുന്നത് നീട്ടിവെച്ചു. 3 നേതാക്കളെയും ഒരുമിച്ച് നിർത്തി AICC പ്രതിനിധികളുടെ ഒപ്പം അവരെ കൊണ്ട് സംസാരിച്ച് സകല പാർട്ടി പ്രവർത്തകരോടും ഇനി ഇതിന്റെ പേരിൽ തെരുവിലിറങ്ങരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നു. മാത്രമല്ല, എല്ലാ ഫ്ലെക്സുകളും നീക്കം ചെയ്യാൻ ഉത്തരവിടുന്നു. ഇന്നലെയോടെ തന്നെ എല്ലാ ഫ്ലെക്സുകളും നീക്കം ചെയ്യപ്പെടുന്നു. ഇന്നലെ ഈ പ്രഖ്യാപനത്തിന് ശേഷം തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധമില്ല. എന്നാൽ 3 നേതാക്കളും ആത്മവിശ്വാസത്തിലാണ്. വി ഡി ക്യാമ്പ് ആത്മവിശ്വാസത്തോടെ ഇപ്പോഴും പറയുന്നു, പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്, വീട് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന്. ഇതേ ആത്മവിശ്വാസമാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പും വ്യക്തമാക്കിയത്. കെ സി വേണുഗോപാൽ ക്യാമ്പ് നേരത്തെ മുതൽ പറയുന്നത് ഈ ബഹളങ്ങളൊക്കെ വെറുതെയാണ്, അത് ആവിയായി പോകും, താൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നാണ്.
ഈ 3 പേരുടെയും ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. ആർക്കും ലവലേശം മാറ്റമില്ല. മൂവരും തങ്ങളുടെ ഭാഗം കേട്ടെന്നും തങ്ങളെ തെരഞ്ഞെടുക്കുമെന്നും വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോഴും KC വേണുഗോപാലിന് തന്നെയാണ് എഡ്ജ്. വേണുഗോപാലിന്റെ സാധ്യത 90%, രമേശ് ചെന്നിത്തലയുടെ സാധ്യത 9%, VD സതീശന്റെ സാധ്യത 1%. ഡൽഹിയിലെ മറുനാടന്റെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് VD സതീശൻ പൂർണ്ണമായും ചിത്രത്തിൽ നിന്നും ഔട്ടായി എന്നാണ്. VD സതീശന്റെ സീനിയോറിറ്റി കുറവും ഭരണപരിചയക്കുറവും പാർട്ടി പദവികളിലെ പരിചയക്കുറവും ഒക്കെ തന്നെയാണ് VD സതീശന് ആദ്യത്തെ തടസ്സം. VDക്കിനെയും സമയമുണ്ടല്ലോ എന്നാണ് AK ആന്റണി പോലും ചോദിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല VDക്ക് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയതും മുസ്ലിം ലീഗ് ബലം പിടിച്ചതും VDക്ക് ദോഷമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഘടകകക്ഷിക്ക് വഴങ്ങിയാൽ മറ്റെല്ലായിടത്തും അത് ബാധകമായേക്കുമെന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ VDയുടെ സാധ്യത വിരളമായി തന്നെ തുടരുന്നു എന്ന് തന്നെ പറയാം. KC വേണുഗോപാലിന് അനുകൂലമായിരിക്കുന്നത് പ്രധാനമായും 2 ഘടകങ്ങളാണ്. മഹാഭൂരിപക്ഷം വരുന്ന MLA-മാരുടെ പിന്തുണ, 2 KPCC പ്രസിഡന്റ് അടക്കം മുതിർന്ന നേതാക്കളുടെ പിന്തുണ. രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഒപ്പം നിൽക്കും എന്ന് പറയുന്നവർ പോലും ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അതിനെതിരല്ല എന്ന് പറയുന്നത് KC വേണുഗോപാലിന് അനുകൂലമായി മാറുന്നു. എന്ന് വെച്ചാൽ VDയും രമേശ് ചെന്നിത്തലയും ഭിന്നതയുണ്ടാക്കുമെങ്കിലും അവരെ പിന്തുണയ്ക്കാൻ MLA-മാരിൽ ഇല്ല എന്നത് ഹൈക്കമാൻഡിന് ആശ്വാസം നൽകുന്നു. അതേസമയം ഏറ്റവും വലിയ കീറാമുട്ടിയായി മാറുന്നത് എങ്ങനെ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കുമെന്നതാണ്. 3 നേതാക്കളിൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ള നേതാവായ രമേശ് ചെന്നിത്തലയെ കറിവേപ്പില പോലെ എടുത്തു കളയുന്നതിനോട് സീനിയർ നേതാക്കൾക്കും വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ സാധ്യത VD സതീശിനേക്കാൾ കൂടുതലായി നിലനിൽക്കുന്നത്. KC വേണുഗോപാലിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രസക്തമായ വിഷയം, അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസ്ക് ആണ് എന്നതാണ്. നിയമസഭയിൽ ഇരിക്കൂറിൽ തോൽപ്പിക്കുമെന്ന് VDയുടെ ആരാധകർ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വിരളമാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ലോക്സഭയിൽ ആലപ്പുഴയിലെ സ്ഥിതി അങ്ങനെയല്ല. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ BJP ഈൽഡ് ചെയ്താൽ ജയിച്ചേക്കും. പ്രതികാരവാഞ്ചയോടെ ആളുകൾ വോട്ട് ചെയ്ത് പാഠം പഠിപ്പിച്ചേക്കുമെന്ന ആശങ്കയുണ്ട്. അതാണ് KC വേണുഗോപാലിന് എതിരായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എങ്കിൽ പോലും MLA-മാരുടെ പിന്തുണയും KC വേണുഗോപാലിന് ഹൈക്കമാൻഡിലുള്ള സ്വാധീനവും KC എങ്ങനെയെങ്കിലും ഡൽഹി വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുതിർന്ന നേതാക്കളുടെ താല്പര്യവുമൊക്കെ KCയുടെ സാധ്യത ഇപ്പോഴും 90% നിലനിർത്തുന്നു. KC തടയാനുള്ള ഏക സാധ്യത രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ ധാരണയിലെത്തുന്നതാണ്. VDയുടെ കീഴിൽ രമേശ് എന്തായാലും മന്ത്രിസ്ഥാനം പോലും സ്വീകരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ കീഴിൽ VD മന്ത്രിസ്ഥാനത്തിന് വഴങ്ങിയാൽ, അതായത് ഉപമുഖ്യമന്ത്രി പദവിയോ മറ്റോ ഏറ്റെടുത്തുകൊണ്ട് താൻ തുടർന്നോളാം എന്ന് VD സമ്മതിച്ചാൽ, അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രി എന്തുമാവട്ടെ താൻ ലീഡ് ചെയ്യും എന്ന ഒരു ധാരണയിലെത്തിയാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത്തരമൊരു ഒത്തുതീർപ്പ് രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ നടത്തിയാൽ KC വേണുഗോപാൽ സ്വാഭാവികമായും പിന്തള്ളപ്പെടും. എത്രയധികം പിന്തുണയുണ്ടെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട 2 നേതാക്കളും ഒരുമിച്ച് നിന്നാൽ ഹൈക്കമാൻഡിനെ ആ ഒരു ഐക്യം പരിഗണിക്കേണ്ടി വരും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ 9% രമേശ് ചെന്നിത്തലയ്ക്ക് ബാക്കിയാവുന്നത്. എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും VD സതീശൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനവും സമ്മതിച്ചാൽ അവർ തമ്മിൽ ഒത്തുതീർപ്പുമായി സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നാൽ ആ ഫോർമുല അംഗീകരിക്കപ്പെടാം. പന്തിപ്പോൾ സോണിയയുടെ കോർട്ടിലാണ്. ഹൈക്കമാൻഡ് ഏതാണ്ട് ചർച്ച പൂർത്തിയാക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും ഖാർഗെയും അന്തിമ തീരുമാനത്തിന് വേണ്ടി സോണിയാഗാന്ധിയെ കാണുമെന്നാണ് റിപ്പോർട്ട്. ഇവിടെയാണ് രമേശും സതീശും തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയാൽ KC തഴയപ്പെടാൻ സാധ്യത ബാക്കിയാവുന്നത്. രമേശും സതീശും പിടിവാശിയോടുകൂടി നിന്നാൽ 2 പേരും അവഗണിക്കപ്പെടുകയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. ഇവർ തമ്മിൽ ധാരണയിലെത്തി സോണിയയെ സമീപിച്ചാൽ ഇപ്പോഴും രമേശിന് സാധ്യത ബാക്കിയാവുന്നു. എന്തായാലും അവസാന പന്ത് വരെ മുമ്പിൽ നിൽക്കുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. അവസാന പന്ത് എപ്പോൾ തട്ടും എന്നറിയാൻ കാത്തിരിക്കുന്നു. ഇന്ന് പ്രഖ്യാപനമുണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്.